कातों में कल मारगा साथो और मौका चल मारो ചേട്ടാ ओ ഈ ഒന്നാമത് ഈ പരിപാടിയുടെ താഴെ സബ് ടൈറ്റിൽസ് ഒന്നും എഴുതി കാണിക്കണില്ല. പണ്ട് അഭിമന്യു പടമൊക്കെ നടക്കുമ്പോൾ ഹിന്ദിയിൽ താഴെ മലയാളം എഴുതി കാണിക്കുമല്ലോ. ഇവിടെ അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ല ഈ പരിപാടിയിൽ. അപ്പൊ നിങ്ങൾ മലയാളത്തിൽ തന്നെ പറഞ്ഞില്ലെങ്കിൽ ഇത് കിട്ടൂല. നേരം പറഞ്ഞു വേസ്റ്റ് ആയി. അത് വേസ്റ്റ് ആയിപ്പോ. നിങ്ങൾ മലയാളത്തിൽ പറ, എന്താ സംഭവം, എന്താ ഇത്? ഞാനേ നിങ്ങളുടെ തമാശയാക്കാൻ വന്ന ആളല്ല. ഞാൻ ആരാന്ന് മനസ്സിലായോ? ഇല്ല. ഞാനൊരു ടൂറിസ്റ്റ് ആണ്. ടൂറിസ്റ്റോ? അപ്പൊ ഇവിടെ കേരളത്തിൽ സ്ഥലങ്ങൾ കാണാൻ വന്നാ? അല്ല, ലുലു മാളിൽ പോവാം, ഹിൽ പാലസ് ഉണ്ട്, ചെറായി ബീച്ച് ഉണ്ട്, എറണാകുളത്ത് ഒരുപാട് സ്ഥലങ്ങളുള്ള കാണാൻ പോകാനായിട്ട്. എന്റെ കയ്യിലിരിക്കുന്നത് കളിപ്പാട്ടമല്ല, വെടിവെച്ച് ഞാൻ കൊല്ലും. എന്തു പറ്റി? ഞാൻ തീവ്രവാദിയാണ്. ഓക്കിന്റെ മുന്നിൽ നിന്ന് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ നിൽക്കരുത്, മനസ്സിലായ? എനിക്ക് ഇഷ്ടാവില്ല അത്. നിങ്ങൾ ഏത് സംഘത്തിലുള്ള? സമൃദ്ധി പുരുഷ സഹായ സംഘം മേലാറ്റൂർ, കാരിക്കോട് ക്ഷീരോത്പന്ന സഹകരണ സംഘം, അത് കൂടാതെ സങ്കട ഭക്തിഗാന സംഘം മങ്കട. ഞാൻ ഉദ്ദേശിച്ച അങ്ങനെയല്ല. നിങ്ങൾ ഈ തീവ്രവാദികളാകുമ്പോൾ ഏതെങ്കിലും ഒരു സംഘത്തിൽ സ്ഥിരമായിട്ട് പ്രവർത്തിക്കുമല്ലോ. നോ 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 നോ, ഒരു സംഘത്തിൽ മാത്രം കുറ്റിയടിച്ചാൽ നിൽക്കില്ല. ഞാൻ ഫ്രീലാൻസറാ. ഫ്രീലാൻസർ ആയിട്ട് ചെന്ന് കൊടുത്ത് ഇതായിട്ട് ഞാൻ അങ്ങനെ രാവിലെ ജംഗ്ഷനിൽ പോയിക്കും, ആരെങ്കിലും വിളിക്കും, അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും. 5 മണിക്കൂർ 1 മണിക്കൂർ കിടന്നുറക്കാം. ഓവർ ടൈം ഉണ്ട്, അതിന് അഡീഷണൽ പൈസ വേറെ മേടിക്കും. ഇന്നു മുതൽ ഡയാന എന്റെ ബന്ധിയാണ്. നിങ്ങൾ ബന്ധുക്കളാണോ? പിന്നെ പുള്ളി പറഞ്ഞു നിങ്ങൾ ബന്ധുക്കളാന്ന് പറഞ്ഞ്. ബന്ധു അല്ല, എന്റെ കീഴിലാണ്. ഏത് നിമിഷം ഞാൻ വെടിവെച്ചു കൊല്ലും. എന്തിനാ പുള്ളിക്കാരത്തിനെ കൊല്ലണം? നിങ്ങൾ ആരെങ്കിലും ഇനി എന്തെങ്കിലും സംസാരിച്ചാൽ പിന്നെ മറുപടി പറയുന്നത് എന്റെ തോക്കായിരിക്കും. എന്നെ നിനക്ക് നാക്കില്ലേ? എന്നെ പറ്റിയേ പ്രശ്നം എന്താ? അതെ, ഈ സമൂഹം എന്നെ ഒറ്റപ്പെടുത്തി. എന്റെ കൂട്ടുകാരൻ വെറുത്തു. എന്റെ നാട്ടുകാരൻ അകറ്റി നിർത്തി. ഒരു സംഘടനകളിലും ഒരു കൂട്ടായ്മകളിലും എന്നെ പങ്കെടുപ്പിക്കുന്നില്ല. സുഹൃത്തെ, നമ്മള് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയാലും സ്വാഭാവികമായിട്ടും നമ്മളെ നമ്മുടെ കൂട്ടുകാരും ബന്ധുക്കളൊന്നും അടുപ്പിക്കത്തില്ല. നിങ്ങൾ ഈ തീവ്രവാദത്തിന് നിൽക്കുന്നോണ്ടാണ് നിങ്ങൾ അതിലൊന്നും അടുപ്പിക്കാത്തത്. അതല്ല, എന്റെ ശബ്ദത്തിന് വല്ല മാറ്റമുണ്ടോ? നിങ്ങളുടെ പഴയ ശബ്ദം ഞങ്ങൾക്ക് അറിയില്ലല്ലോ. മാറ്റമുണ്ട്, നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തോണ്ടാ. ഇവിടെയാണെങ്കിൽ ചെന്നി കുത്തണ പോലെ വേദന, കൊരക്കാണെങ്കിൽ വെട്ടിപ്പൊളിയണ വേദന, മേലാണെങ്കിൽ നല്ല കുളിരും. ആർട്ടിഫിഷ്യർ എടുത്തപ്പോഴേ കോവിഡാ. പോസിറ്റീവ്. നിങ്ങൾക്കൊക്കെ കോവിഡ് വരുമോ? അതാണ് എന്റെ സങ്കടം. ഈ കോവിഡ് വന്നേക്കുമ്പോൾ മാസ്ക് വന്നേക്കുമ്പോൾ സാറൊന്ന് കേൾക്കണം, ഈ മുഖം മൂടിക്കെട്ടി ലോകം മുഴുവൻ നടന്ന ആൾക്കാരാണ് ഞങ്ങൾ തീവ്രവാദികൾ. ഒരു മനുഷ്യരായിട്ട് ഒരു സാമൂഹ്യ അടുപ്പം പോലും ഞങ്ങൾക്കില്ല. ഒരാളായിട്ട് ഞങ്ങൾ അങ്ങോട്ടും മിണ്ടാറില്ല, കാണാറില്ല, കൂടാറുമില്ല. എന്നിട്ടും ഞങ്ങളെ പോലുള്ള തീവ്രവാദികൾക്ക് ഈ കോവിഡ് വന്നെന്ന് പറയുമ്പോ ഈ സമൂഹത്തിൽ നിന്ന് ഞങ്ങളെ മാറ്റി നിർത്തല്ലേ? നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഒറ്റപ്പെടുത്തി എന്ന് പറഞ്ഞത്? എല്ലാവരും ഒറ്റപ്പെടുത്തി. ഒരു ബന്ധങ്ങളും നമ്മളെ കൂട്ടായ്മല്ല. എനിക്കൊരു ഒറ്റ ഉപകാരം ചെയ്താൽ മതി, വേറെ ഒന്നും വേണ്ട, ആദരവ് ഒന്നും എനിക്ക് വേണ്ട. എവിടെയെങ്കിലും ക്വാറന്റൈനിൽ ഇരിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി തന്നത്. നിങ്ങളെന്ന് ഇവിടെ ഇരുത്താൻ പറ്റിയല്ല. നിങ്ങൾ അല്ല ജോണിച്ചേട്ടൻ എന്താ പറയുക? കാര്യം തീവ്രവാദിയാണെങ്കിലും രോഗിയല്ലേ, ഒരു രോഗിക്ക് ഒരു സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു മിനിമം മര്യാദയാണ്. അങ്ങനെയല്ല ജോണിച്ചേട്ട, പുള്ളി ആ ഡയാനെ തോക്ക് കാണിച്ച് ഇത്ര അഹങ്കാരം കാണിച്ചോണ്ട് ഇവിടെ വന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ടോ? തോക്കില്ലെന്നൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അതല്ല, ഞാൻ തോക്ക് വെച്ച് വേറെ ഒന്നുമില്ല. തീവ്രവാദികൾക്ക് ഷെയ്ക്കാൻ്റെ കൊടുത്ത് കൊണ്ടുവരാൻ പറ്റുമോ? അവർക്ക് അവരുടെ ഒരു രീതി കാര്യം ചോദിക്കണേന് തന്നെ. അതുകൊണ്ടാ നിങ്ങൾ അത് മനസ്സിലാക്ക്. ജോണിച്ചേട്ടൻ നമ്മൾ തീരുമാനിച്ചു. എന്തായാലും ഇന്ന് പുള്ളി നമ്മുടെ ചിലവിലൂടെ കാലം കഴിയട്ടെ. വന്ന സ്ഥിതി ഞാനൊരു കാര്യം പറയാം സുഹൃത്തെ, എനിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല. ജോണിച്ചേട്ടൻ ഒരാളുടെ നിർബന്ധം കൊണ്ടും ഡയാനയും വലിയ എതിര് പറയാത്തത് കൊണ്ട് മാത്രം ബന്ധുക്കൾ വരുന്നതിന് മുമ്പ് നാളെ പൊക്കോണം. അല്ലെ അവര് ചോദിക്കും എന്തിനാ മോനെ നീ ഇങ്ങനെ അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ എന്നാ ഒരു കാര്യം ചെയ്തോ, നമ്മൾ ഇന്നും നാളേക്കൂടെ ഷൂട്ടിംഗ് ഉണ്ട്. ആ വീഡിയോ വാളിനെ പുറകെ പോയി വിളിച്ചിരുന്നു കേട്ടോ. ശുക്രിയ ശുക്രിയ. അതുപോലെ തന്നെ ഡയറ പോയി വേണമെങ്കിൽ ആർട്ടിഫിഷ്യർ എടുത്തോ. പിന്നെ ചേട്ടാ, അതെന്താ അറിയോ, നമ്മള് ഇവിടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴേ നിങ്ങളെ അറിയാത്ത മത്സരാർത്ഥികൾ ഇവിടെ വരും. അവര് തമാശ പറയും നമ്മളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഉറക്കെ ചിരിച്ചു പോരുത്. ചിരിക്കുന്ന ശബ്ദം കേട്ട അവിടെ ആരാണ്ട് ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പം പോയിരുന്നു. ചിരിക്കല്ല, ശ്വാസം പോലും വിടില്ല. പിന്നെ ജോണി ആന്റണി സാറിന് ഈ തീവ്രവാദികളോടുള്ള നല്ല മനസ്സിന് ഏറ്റവും നല്ല നന്ദി ഞാൻ രേഖപ്പെടുത്താണ്. എന്റെ പേടി ഇവിടെ മത്സരാർത്ഥികൾ വരുമ്പോ പുള്ളിയിരുന്ന് ചുമക്കുവോന്ന്.